മാർട്ടിയോ ശ്രീ ദിലു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ദിലു, എന്താണ് അപകട കാരണം എന്ന് വ്യക്തമാകുന്നുണ്ടോ? കാലാവസ്ഥ വളരെ മോശമായിരുന്നു. വളരെ നല്ല മഴയുള്ള സമയമായിരുന്നു. പിന്നെ അതുകൂടാതെ വണ്ടി ഓവർലോഡഡ് ആയിരുന്നു. ഈ പറഞ്ഞ ടവേര വാഹനം ഓവർലോഡ് ആയിരുന്നു. 11 ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നാണ് നമുക്ക് പ്രാഥമികം ഇവിടെ അറിയാൻ കഴിയുന്നത്. അതിൽ 5 പേരും ഡെത്തായിട്ടുണ്ട്. കാലാവസ്ഥയുടെ പ്രശ്നമാണോ സാർ? വിസിബിലിറ്റി കുറവായതിന്റെ പ്രശ്നമാണോ? വിസിബിലിറ്റി ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ട്. കാരണം നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്ന വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവണം. ഒരു പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഗ്ലാസ് ഒക്കെ വളരെ ഒപ്പേക്ക് ആയിരിക്കും നാച്ചുറലി. എത്ര പേരുണ്ടായിരുന്നു ഇതിൽ? 12 പേരായിരുന്നോ? 12. ഡ്രൈവർ 12ഓ 11ഓ എന്നാണ് പറയുന്നത്. ഡ്രൈവർ കുഴപ്പമില്ല, കാല് ഒടിഞ്ഞിട്ടേ ഉള്ള അദ്ദേഹത്തെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൽ നിന്നാണോ വിവരങ്ങൾ എടുത്തത്? എടുത്തിരിക്കുന്നത്. ഓവർ സ്പീഡിന്റെ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ? ഓവർ സ്പീഡിന് സ്കോപ്പുള്ള സ്ഥലമല്ല. ഇല്ല, കാരണം KSRTCയുടെ ഭാഗത്തു നിന്നും അവർ പറയുന്നത് കാർ ഓവർ സ്പീഡ് ആയിരുന്നു, വന്നിടിക്കുകയായിരുന്നു എന്നാണ്. അദ്ദേഹം പറയുന്ന ഇടയ്ക്ക് ഫ്രണ്ടിൽ പെട്ടെന്ന് ഒരു ഒബ്ജക്ട് കണ്ടുകൊണ്ട് വലത്തേക്ക് പെട്ടെന്ന് വെട്ടിത്തിരിക്കുകയും ഇട സൈഡിലായിട്ട് വണ്ടി ഇടിക്കുകയും ചെയ്തെന്നാണ് ഇദ്ദേഹം പറയുന്നത്, ഡ്രൈവർ പറയുന്നത്. KSRTCയുടെ ഡ്രൈവർ പറയുന്നതല്ലേ? അല്ല 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 കാറിലുണ്ടായിരുന്ന വിദ്യാർത്ഥി പറയുന്നത്. മെഡിക്കൽ സ്റ്റുഡന്റ് പറയുന്നത്. വണ്ടി ഓടിച്ചിരുന്ന ആളിനോടുണ്ട്, അദ്ദേഹം സംസാരിച്ച് കഴിയുന്നുണ്ട്, അദ്ദേഹം സംസാരിച്ചു. ഓക്കെ, താങ്കൾ അവിടെ എത്തിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയില്ലേ? എന്ത് മനസ്സിലാക്കി? മനസ്സിലാക്കിയത് ഓവർലോഡ് ആയിരുന്നു, വണ്ടി ഓവർലോഡ് ആയിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ 10 വർഷം കഴിഞ്ഞ ഒരു വണ്ടിയുടെ ഒരു കണ്ടീഷൻ അത്ര ബ്രേക്ക്. എത്ര വർഷമാണ് സാർ, ഒന്നുകൂടെ പറയാമോ? 2010 13 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ. 14 വർഷം പഴക്കമുള്ള വാഹനമാകുമ്പോൾ നാച്ചുറലി അതിന്റെ പെർഫോമൻസും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇത് റെന്റ് കാറാന്ന പ്രാഥമികമായി അറിയാൻ, മറ്റൊരാളുടെ പേരിലുള്ള വണ്ടി ആയിട്ടാണ് നമുക്കറിയാൻ കഴിയും. ഓക്കെ, ഇത് ഈ അപകടമുണ്ടായ ഉടനെ തന്നെ എല്ലാവരും ഓടിയെത്തി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു അല്ലേ? സിറ്റിക്ക് ഒത്തൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്കൊക്കെ എത്തിപ്പെടാൻ കഴിഞ്ഞു. പോലീസ് സേനയും SP-യും RTOക്ക് പെട്ടെന്ന് എത്താൻ കഴിഞ്ഞത് വളരെ അടുത്ത, ഞങ്ങളുടെ 2 കിലോമീറ്റർ ചുറ്റളവിലായതുകൊണ്ട് എത്താൻ കഴിഞ്ഞു. ഓക്കെ, കാലാവസ്ഥയോ വിസിബിലിറ്റി ആ ഒരു പ്രശ്നമാകാമല്ലേ കൂടുതൽ സാധ്യത? വിസിബിലിറ്റി, ഓവർലോഡിങ് ഓഫ് ദ വെഹിക്കിൾ, പിന്നെ അതിന്റെ കണ്ടീഷൻ. ഒരു ഓൾഡ് മോഡൽ വണ്ടി ആകുമ്പം ഒരു എഫിഷ്യൻസി കുറയുമല്ലോ. ഓവർലോഡ് ആകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒക്കെ പ്രാഥമികമായിട്ട് പറയുന്നതാണ്. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അത്ര തെളിവുകൾ എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ നാളെ പരിശോധിക്കും വാഹനം. ഓക്കെ, താങ്കൾ ഇപ്പോഴും അവിടെ ഉണ്ടോ? ഞാനുണ്ട്, ഞാൻ മെഡിക്കൽ കോളേജിലുണ്ട്. മെഡിക്കൽ കോളേജിലുണ്ടല്ലേ? അപ്പൊ ബാക്കി നടപടികളൊക്കെ നാളെ ആയിരിക്കും ചെയ്യുക അല്ലേ? തെളിവ് എടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. 5 പേര് മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 പേര് ഇവിടെ തന്നെ ചികിത്സയിലുണ്ട്. 3 പേര് ജനറൽ ഹോസ്പിറ്റലിലാണുള്ളത്. ഓക്കെ, അവർ ഡ്രൈവറോട് സംസാരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം ഏതാണ്ട് എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിച്ചെന്ന് വിചാരിക്കും. ഈ KSRTCയുടെ ഡ്രൈവറിനോട് സംസാരിച്ചിരുന്നോ? ഇല്ല, KSRTCയുടെ ഡ്രൈവറെ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല അല്ലേ? പരിക്കുകളൊന്നും ഇല്ല. ഇല്ല. ഓക്കെ, മറ്റു യാത്രക്കാർക്കോ ആർക്കെങ്കിലും പരിക്കുകളുണ്ടോ സാർ? മേജർ ആയിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു സാർ സംസാരിച്ചതിന്.